എന്താ മമ്മി? നിന്റെ അമ്മായിമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തിന്? വീണ്ടും കുറ്റങ്ങളാണോ? അതെ, അത് തന്നെ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സീരിയസാ. അതെന്താ മമ്മി? ഹേമയ്ക്ക് കുറച്ച് ദേഷ്യം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തള്ളയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാ. മമ്മി ഫോൺ വെച്ചേ, ഞാൻ നോക്കിക്കോളാം. വെക്കല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ കാര്യമറിയാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നെ. എന്ത്? നീ നിന്റെ ഭർത്താവിനെ അമ്മായിമ്മയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേറെ എന്ത് ചെയ്യാനാ? രണ്ടെണ്ണത്തിനെ മടി കിടത്തി താരാട്ട് പാടണോ? മോളെ, ദേഷ്യം മാറ്റിവെച്ച് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആകാശിനോടും ചാരുവിനോടുമുള്ള നിന്റെ പക തീർക്കണമെങ്കിൽ അരവിന്ദും ഹേമയും നിന്റെ കൂടെ വേണം. മമ്മി എന്താ പറഞ്ഞു വരുന്നത്? നീ ഉദ്ദേശിച്ചതൊക്കെ നടക്കണമെങ്കിൽ അരവിന്ദുമായി നീ അടുക്കണം. നിനക്കവിടെ കേറാൻ പറ്റിയത് തന്നെ ഹേമയും അരവിന്ദും കാരണമാ. നിന്റെ ഇടവും വലവുമായി അവർ രണ്ടുപേരും ഉണ്ടാവണം. ഞാനിപ്പോ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നാണോ മമ്മി പറയുന്നത്? അല്ലാതെ വേറെ വഴിയില്ല മോളെ. ഛേ, നീ അരവിന്ദന്റെ ഭാര്യയല്ലേ അവിടെ ഉള്ളത്? അരവിന്ദ് നിന്നെ വെറുത്ത ആ വീട്ടിൽ നിന്ന് നീ പുറത്താവും. ഞാൻ പറയുന്നത് കേൾക്ക്. അവരെ കൂടെ നിർത്തി വേണം ആകാശിന്റെയും ചാരുവിന്റെയും കുടുംബം തകർക്കാൻ. നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നീ ആലോചിക്ക്, ഞാൻ വെക്കുവാ. മമ്മി പറയുന്നതിലും കാര്യമുണ്ട്. അവനെയും തള്ളയും കൂടെ നിർത്തണം. പക്ഷേ അരവിന്ദന്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഹണിമൂണിന് പോകാൻ സമ്മതിക്കാം. അവനെ അടുപ്പിക്കാതെ നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അത് തന്നെയാ നല്ലൊരു വഴി. അമ്മേ, ദാ അവന്റെ ഇരിപ്പ് കണ്ടോ? എന്തേലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. അരവിന്ദേ, ചാരുമോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ഇപ്പൊ കൊണ്ടുവരാമല്ലോ മമ്മേ. ഞാനേ ശ്രേയയുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. രാജി മോളോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വാക്കും തന്നിട്ടുണ്ട്. നീ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ബാലമ്മ, കണ്ട മോനെ, ഞാൻ ചാരുമോളോട് വെള്ളം ചോദിച്ചപ്പോ ചായ കൊണ്ടുവന്നു. അതാ എന്റെ മരുമകള്. മോളുടെ മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല. ചാരു, അപ്പം എനിക്ക് ചായ ഇല്ലേ? ദേ, മിണ്ടായിരുന്ന് അറിയാൻ നോക്ക്. അച്ചുകുട്ടി, കത്തിയായിരിക്കുന്നേ, സൂക്ഷിക്കണം. എന്താ ചേച്ചി ഇത്? നീ മിണ്ടായിരുന്നേ. എന്റെ ഓഫീസിലെ ജോലി തിരക്ക് കാരണം ഭയങ്കര സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അരവിന്ദനെ കൂട്ടി ഒരാഴ്ച ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിക്കാം. മോള് ശരിക്കും പറഞ്ഞതാണോ? അതെ ആന്റി, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോയില്ലല്ലോ. നല്ല കാര്യം മോളെ, സന്തോഷായി. ഒരാഴ്ച എന്തിനാ? ഒരു മാസം കഴിഞ്ഞിട്ട് വാ. മേഡം എവിടെ പോണോന്ന് പറഞ്ഞാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. കുളുവാണോ, മണാലിയാണോ, അതോ കാശ്മീരാണോ?
അത്ര ദൂരേക്ക് പോകണ്ട അരവിന്ദ്. അടുത്തെവിടെങ്കിലും മതി. വാഗമൺ, മൂന്നാർ, ഗവി, അങ്ങനെ എവിടെയെങ്കിലും. മതി. എവിടെയാണെങ്കിലും മതി. പിന്നെ ഡ്രൈവർ ഒന്നും വേണ്ട. മേഡത്തെ സേഫ് ആയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോകും. മേഡത്തിന്റെ കാറില്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ സെറ്റ്. യെസ്. രമേശലിയോ എണീക്കളിയാ, എല്ലാരും ഒന്ന് കാണട്ടെ. മുമ്പിൽ മാറാം, അവന്റെ അടുത്തോട്ടില്ല.